പാകിസ്ഥാൻ സൈനികർ പലായനം ചെയ്യുന്നു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. അതിന് പ്രധാന കാരണം ഇപ്പോൾ പാകിസ്ഥാൻ 3 യുദ്ധമുഖത്ത് പോരാടേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് പാക് സൈന്യം. അതിലൊന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തുന്ന ആക്രമണം, അത് ബലൂചിസ്ഥാൻ മേഖലയെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരുത്തെ ഖൈബർ പഖ്തൂൺ മേഖല സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് തെഹ്രിക്കെ താലിബാൻ നടത്തുന്ന ആക്രമണം. ഈ ആക്രമണത്തിൽ സൈനികരെ മാത്രമാണ് ഇരുകൂട്ടരും ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അനവധി സൈനികരാണ് കൊല്ലപ്പെട്ടത്. ജനുവരി 4 കൊല്ലപ്പെട്ടത് 43 സൈനികരായിരുന്നു. ഫെബ്രുവരി 1 18 പേരും, മാർച്ച് 12 ട്രെയിൻ റാഞ്ചിയത് മൂലം 200 സൈനികരും കൊല്ലപ്പെട്ടു. മാർച്ച് 16 കൊറ്റയിൽ 90 സൈനികരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 24 10 സൈനികരും കൊല്ലപ്പെട്ടതോടുകൂടി സൈനികർക്കിടയിൽ തന്നെ ഒരു ഭയം ജനിക്കുകയും പലരും പലായനം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഈ മുനീറിൻ്റെ, അതായത് അവിടുത്തെ കരസേനാ മേധാവിയുടെ വകതിരിവില്ലാത്ത നയം മൂലമാണ് ഈ ബലൂചിസ്ഥാനിലടക്കം പാക് സൈനികർ കൊല്ലപ്പെടുന്നത് എന്ന ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് കുറച്ച് സൈനിക മേധാവികളുമൊക്കെ തന്നെ മുനീറിനെതിരെ കലാപം തുടങ്ങിയിരുന്നു. ഏതായാലും ആ കലാപവും ഇപ്പോൾ മൂർച്ഛിച്ചിട്ടുണ്ട്. മുനീർ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്ന കാര്യം ഒരേ സമയം 3 മുഖങ്ങളിൽ അല്ലെങ്കിൽ 3 മുന്നണികളോട് യുദ്ധം ചെയ്യുക അസാധ്യമാണ് എന്നാണ്. അതിനിടയിൽ പാകിസ്ഥാൻ ഒഫീഷ്യലായി പറയുന്നത് കൂടുതൽ സൈനികരെ ബലൂചിസ്ഥാനിൽ നിന്നും മറ്റും പിൻവലിച്ച് ഇന്ത്യയുടെ ഭാഗത്തേക്ക് വിന്യസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ്. പക്ഷേ അതിന് യാതൊരു സാധ്യതയുമില്ല. കാരണം പാകിസ്ഥാൻ്റെ സൈനിക കരുത്ത് ഒരല്പം കുറവ് വന്നാൽ, പിന്നാക്കം വന്നാൽ, ഈ പറയുന്ന ഖൈബർ മേഖലയിലായാലും ബലൂചിസ്ഥാൻ മേഖലയിലായാലും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ അധിക ദിനങ്ങൾ വേണ്ടി വരില്ല. ഏതായാലും വല്ലാത്തൊരു പ്രതിസന്ധിയിൽ പെട്ടുകിടക്കുകയാണ് പാകിസ്ഥാൻ. ന്യൂസ് ഡെസ്ക്.